ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ആസ. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കല്യാണത്തിന് പോകുന്നതും ഒരു ഫ്രണ്ടിൻ്റെ വീട് വിസിറ്റ് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. രാവിലെ എണീറ്റ് മുതലുള്ള റൂട്ടീനൊന്നും കാണിക്കുന്നില്ല, അത് ഞാൻ 1-2 പ്രാവശ്യം കാണിച്ചതാണ്. സ്കൂളില്ലാത്തതുകൊണ്ട് പ്രെയർ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ വരുന്നത്. അപ്പാണെന്ന് ഉണ്ടാക്കുന്നത്, ദോശ. താനൂർ ഇതിന് പറയും ദോശ എന്നാണ്, ഇവിടെ എല്ലാം അപ്പം എന്നാണ് പറയുക. അതിനു വേണ്ടി തലേ ദിവസം പച്ചരി നമ്മൾ കുതിർത്ത് വെക്കണം, പിന്നെ കഴുകി അരച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തു. തീരെ കട്ടി വേണ്ട, നല്ല ലൂസായിട്ടുള്ള മാവാണ് ഇതിന് വേണ്ടത്. വേണമെങ്കിൽ നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല, വെറും പച്ചരി മാത്രമാണ് ഇട്ടിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ അപ്പത്തിന് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. മാവ് അരച്ച് വെച്ച് കല്ലടുപ്പത്ത് വെച്ചിട്ട് ഇതിനുള്ള ഉള്ളി അരിയാൻ നിൽക്കുകയാണ്. മുട്ട റോസ്റ്റിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. തക്കാളി, പച്ചമുളക്, ഉള്ളി, മുട്ട, അത്ര മതി. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഉള്ളി വഴറ്റിയതിന് ശേഷം ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുക. അത് നല്ലോണം വഴറ്റിയതിന് ശേഷം ഓഫ് ചെയ്ത് മുട്ട ഇട്ട് കൊടുത്താൽ കറി റെഡിയായി. വേണമെങ്കിൽ തേങ്ങാപ്പാലും ആഡ് ചെയ്യാം. ഞാൻ അപ്പെല്ലാം ചുട്ടെടുത്തു, ചായ കുടിക്കാനുള്ള റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി പച്ചമുളക് വാങ്ങിച്ചതാണ്. സാധാരണ ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കാറ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ ഞെട്ട് കളഞ്ഞ് നല്ല ഒരു അടപ്പുള്ള ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 1 മാസത്തിലധികം കാലം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. എല്ലാത്തിൻ്റെയും ഞെട്ട് പൂർണ്ണമായിട്ടും എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തിൽ കൂടുതൽ കേടുവരാതിരിക്കുന്നതാണ്. തുറന്ന് വെക്കരുത്, നമ്മൾ അടച്ചന്നെ വെക്കണം. പിന്നെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, പുറത്ത് വെച്ച് കഴിഞ്ഞാലും ചീത്തയായി പോവും. അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സെല്ലാം സൈസ് കുറയ്ക്കാൻ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് വെക്കുകയാണ്. എനിക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനെല്ലാം അറിയാം, ചുരിദാറെല്ലാം തയ്ക്കാൻ അറിയാം. ബട്ട് കുറച്ചൊരു പണിയാണ്, കുറച്ച് അധികം സമയം എടുക്കും, നമ്മളത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ അധികം അതിന് നിൽക്കാറില്ല. കുറച്ചൊരു 5-6 ഞാൻ തന്നെ തയ്ച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരുപാട് പണികളൊന്നും ഇല്ലാത്ത ചുരിദാറുകളൊക്കെ തയ്ക്കാൻ കഴിയും. ഇനി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ പറയുന്നത്. പൊട്ടാറ്റോ വേണം, ക്യാരറ്റ് വേണം, ബദാം വേണം, ഓറഞ്ച് വേണം, തക്കാളി വേണം. നമ്മളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ഇടാം. ലൈക്ക് ആപ്പിൾ ഇടാം, ബനാന ഇടാം. പിന്നെ ഓട്സാണ് ഇപ്പോൾ ആഡ് ചെയ്തത്, പപ്പായ. ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് നല്ല അടിച്ചെടുക്കണം. പൊട്ടാറ്റോ, ക്യാരറ്റ്, ഓറഞ്ച്, ബദാം, ഓട്സ്, പപ്പായ, തക്കാളി എല്ലാം ഇട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുത്തതാണ് ഈ മിക്സ്. ഇനി ഇതിലേക്ക് ഇനിയും വേറെ സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിടാം.
രക്തചന്ദനാണ്. പ്രത്യേക മെഷർമെൻ്റ് ഒന്നുമില്ല, കുറച്ചത് ഇടാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കടലപ്പൊടി. നല്ല ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ചെറുപയർ പൊടി ആഡ് ചെയ്താൽ മതി. കസ്തൂരി മഞ്ഞൾപ്പൊടി, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് തേൻ ഒഴിക്കുകയാണ്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് തൈര് ഒഴിക്കാം, പാലൊഴിക്കാം. ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ പാലൊഴിക്കുന്നതാണ് നല്ലത്. കുറച്ചൊരു ഓയിലി സ്കിന്നുള്ളവർക്ക് തൈര് നല്ലതാണ്. ഇതെല്ലാം നല്ലൊരു മിക്സാണ്, നല്ല എഫക്റ്റീവാണ്. നമുക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് എന്നും ഉപയോഗിക്കാം. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കാം. ബാക്കി ഒരാഴ്ച വരെ 10 ദിവസം വരെയൊക്കെ കേടുവരാതെ ഫ്രിഡ്ജിലിരിക്കും. ഈ സൺബേൺ എല്ലാം പോവാനും നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. റിസൾട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കേണ്ടിയില്ല, നമുക്ക് കല്യാണമുണ്ട്. സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഹസ്ബൻഡിനും മോൾക്കും അവിടെ വീട്ടിൻ്റെ അടുത്ത് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു കല്യാണത്തിന്. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ ഞങ്ങൾ പോയി. തിരുവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം. മഞ്ചേരിയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയപ്പോഴേ. താലികെട്ടെല്ലാം കഴിഞ്ഞിരുന്നു. താലികെട്ട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എത്തിയത്. ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഇതെല്ലാ ടീച്ചേഴ്സും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ എടുത്ത ഫോട്ടോ ആണ്. പെണ്ണ് നന്നായി പാട്ട് പാടും. മുന്നേ കൂടെ വർക്ക് ചെയ്തിരുന്നവരാണ്. അവരെല്ലാം ഇപ്പോൾ ആ സ്കൂളിൽ നിന്ന് പോയി. പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനിൽ കൂടുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഈ ടീച്ചേഴ്സിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു, ഒരു വർഷത്തിലപ്പുറം കണ്ടതാണ്. ശരിക്കും സന്തോഷമായി എല്ലാവരെയും കണ്ടപ്പം.
ഇതെൻ്റെ ഫ്രണ്ട് ഷർമിള. ഞങ്ങൾ അവിടുന്ന് കല്യാണം കഴിഞ്ഞു. ഇവിടുന്ന് സ്കൂൾ ബസ്സിൽ ഞങ്ങൾ മഞ്ചേരി വരെ പോകും. ഞങ്ങൾക്ക് വേറൊരു ചെറിയ പ്ലാനും കൂടി ഉണ്ട്. മഞ്ചേരിയിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാരൻ്റാണ്, സ്റ്റുഡൻറ്റിൻ്റെ ഉമ്മയാണ്. ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് നമുക്ക് അവരുടെ അടുത്ത്. നമ്മളെ വീട്ടിലും നമ്മൾ അവരെ വീട്ടിലൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായി കണ്ടിട്ട്, അപ്പോൾ നമ്മൾ അവിടെയും കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അത് മഞ്ചേരിയിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, ഒരു 3-4 കിലോമീറ്ററുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങൾ മഞ്ചേരി ഇറങ്ങിയ ഒരു ഓട്ടോയിലാണ് പോകുന്നത് അങ്ങോട്ട്. ഞാനും ഷർമിളയാണ് പോകുന്നത്. ഞങ്ങളൊരു 8 വർഷമായിട്ട് തിക്ക് ഫ്രണ്ട്സാണ്. ഇവർക്കൊരു ചാനലുണ്ട്, ട്രെൻഡിങ്സ് ബൈ ഷർമിള എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും കാണണം വീഡിയോ. അങ്ങനെ ഞങ്ങൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഫ്രണ്ട് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു സിസ്റ്ററിനെ പോലെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതും തിരുത്തി തരുന്നതും എല്ലാം സ്വന്തം ഒരു ആളാണ് ഞങ്ങൾക്ക് 2 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെ. അവർക്ക് ഞങ്ങളെ തിരിച്ചും, ഞങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും പിന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. ഫോണിലൊക്കെ ആണെങ്കിലും നമ്മൾ ബിസിയായി മറന്നു പോയാൽ പോലും ഇങ്ങോട്ട് തന്നെ വീണ്ടും വീണ്ടും വിളിക്കും. അടിപൊളി വീടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻറ്റീരിയറൊക്കെ ഇവിടുത്തെ. സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ റൂംസൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഹാളും ഇതൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അവരെ മോനെ നമ്മളൊരു 3 വർഷം മുന്നൊക്കെ പഠിപ്പിച്ചതാണ്. ഇപ്പോഴും ആ ഒരു റിലേഷൻ ഉണ്ട്, ഒരു 4-5 വർഷമായിട്ടുള്ള റിലേഷനാണ്. അവിടുന്ന് ജ്യൂസും നട്ട്സും ജിലേബിയെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് അവിടെ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അവൾ അവളുടെ വീട്ടിലും പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും വരികയാണ്. ഇപ്പം കുറേ ദിവസമായിട്ടാണ് വൈകുന്നേരം ഇപ്പം മഴ പെയ്യും എന്നുള്ള പോലെ നല്ല മൂടിക്കെട്ടിയൊക്കെ വരും, പക്ഷേ മഴ പെയ്യുന്നില്ല. പല ഭാഗത്തും മഴയെല്ലാം പെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ തീരെ വേനൽ മഴ കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ എന്നും കാണിക്കുന്ന പോലെ ചെടി നനക്കുന്നൊന്നും കാണിക്കുന്നില്ല, നടക്കാൻ പോകുന്നൊന്നും അല്ല, നിങ്ങൾക്ക് അറിയുന്നതാവും, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യേണ്ട വിചാരിച്ചാൽ അതൊന്നും കാണില്ല. എല്ലാ ദിവസത്തെ പോലെ തന്നെ ചെടി നനച്ചു, നടന്നു, കുറച്ചധികം നടന്നു. കല്യാണം കഴിഞ്ഞതല്ല, ഫുഡെല്ലാം കഴിച്ചതല്ല. രാത്രിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും
വെജിറ്റബിൾ കുറുമ അല്ല, വെജിറ്റബിൾ കറി. അത് ഈസി ആയിട്ടില്ലാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഇവിടെ കാണിക്കും. രാത്രി ഇവിടെ ആരും ചോറ് കഴിക്കൂല. ചപ്പാത്തി നിർബന്ധമല്ല, എന്തെങ്കിലും പലഹാരങ്ങളായാൽ മതി. ദോശ, ഇഡ്ഡലിയോ, അപ്പോ, വെള്ളപ്പോ, നൂലപ്പോ എന്തെങ്കിലും ആയാൽ മതി. പക്ഷെ ചോറ് കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഉമ്മ ഇവിടെ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഉമ്മ ഉംറക്ക് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 1 മാസത്തിനാണ് പോയിട്ടുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കണം ഉമ്മ സുഖമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോയത്. ഇന്നൊക്കെ ഒരാഴ്ചയായി പോയിട്ട്. ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി വെജിറ്റബിൾ ആ കറിയുടെ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം പറയാം. കുറച്ച് തേങ്ങ വേണം. അതിന് പട്ട, ഗ്രാമ്പു, ഏലക്കായ, 1 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച്, ഒരുപാട് വേണ്ട, കുറച്ച് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. അത് നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. പിന്നെ ഉള്ള വെജിറ്റബിൾസാണ് ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീട്രൂട്ട്, ടൊമാറ്റോ, സവാള. ഇതെല്ലാം ചെറുതാക്കി അരിയണം. ഇനി വേണമെങ്കിൽ കോളിഫ്ലവർ ഇടാം. അങ്ങനെ കുറച്ച് നമുക്ക് കയ്യിലുള്ള ബീൻസ് ഇടാം. അതെല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ള വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ടാക്കുകയാണ്. പാകത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം. വേറെ മസാലകളൊന്നും ഇതിലിടുന്നില്ല. വെള്ളം ഒഴിച്ച് മാത്രം വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കുക കിച്ചണൊക്കെ, വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട്. അതൊക്കെ നമ്മൾ അരച്ചെടുത്തു. ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. തേങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി. അതെല്ലാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ട് അപ്പോഴേക്കും വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. അതിലേക്ക് അതിലൊഴിച്ചു കൊടുക്കണം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല മാച്ചാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇപ്പം ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം. അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇടണം. മല്ലിയിലക്ക് പകരം ഞാൻ രമ്പയില എന്ന് പറഞ്ഞൊരു ഇല നമ്മളെ തൊടുവിലെല്ലാം ഉള്ളതാണ്. രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്. നല്ലോണം ഒന്ന് തിളക്കണം. ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ പോരാ, നല്ലോണം തിളച്ചിട്ട് നമ്മൾ ആ മസാലൻ്റെ പച്ചമണം എല്ലാം പോകണം. നമ്മളെല്ലാം തേങ്ങയിലാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ശരിക്കും തിളച്ച് നല്ലോണം ഒരു 5-10 മിനിറ്റോളം തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കത് കടുകിടണം. എണ്ണ ചൂടായിട്ട് കടുകിട്ട് കറിവേപ്പില, നല്ലോണം കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്തിട്ട്
അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ അടച്ചു വെക്കണം. അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെഡിയായി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാണുന്നത് വരെ ബൈ.